തലപ്പുഴയിലെ ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കമ്പിപ്പാലത്ത് സമീപമുള്ള ഈ സ്ഥലത്ത് 10 മണിയോട് കൂടി പുല്ലേരിയാൻ വന്ന മുരളി എന്ന വ്യക്തിയാണ് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കടുവയെ കണ്ടത്. ഇദ്ദേഹം ഭയന്ന് ഓടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ തലപ്പുഴ 44-ൻ്റെ കോട്ടേരിക്കുന്ന് ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കടുവയുടെ കാൽപ്പാടുകളടക്കം കണ്ടെത്തുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാത്രമുള്ള സ്ഥലത്താണ് ഇന്ന് രാവിലെയോടുകൂടി കടുവയുടെ സാന്നിധ്യം ഇദ്ദേഹം കണ്ടിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുന്ന മുരളി എന്ന വ്യക്തി ഈ കടുവയെ കാണുകയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വരയാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അനന്തൻ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. ഇത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ആഴ്ചകൾക്ക് മുൻപുള്ള പഴക്കമുള്ള കാൽപ്പാടുകളൊക്കെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ നേരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും കൊടും വനമുള്ള പ്രദേശമൊന്നുമല്ല, തേയിലത്തോട്ട മേഖലയാണ്, വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായും ജനസാന്ദ്രതയുള്ള പ്രദേശം കൂടിയാണ്. നമ്മൾ ഈ തലപ്പുഴ ടൗണിൻ്റെ അരികത്തോട് ചേർന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഇങ്ങനെയുള്ള സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി. അതുപോലെ തന്നെ RRT സംഘം സ്ഥലത്തെത്തി വ്യാപകമായുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് 20ഓളം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റു ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുവാനായി പെട്രോളിംഗ് അടക്കം ഏർപ്പെടുത്തുമെന്നാണ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഈ RRT സംഘം അടക്കമുള്ളത്. രാവിലെ ഒരു തള്ളക്കടുവയും കുട്ടികളെയും കണ്ടു എന്നാണ് ഈ മുരളി എന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ക്യാമറകളോട് സംസാരിക്കാൻ വിമുഖത കാണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വ്യാപകമായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തലപ്പുഴ 44-ലും കമ്പിപ്പാലത്തുമൊക്കെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ കടുവ തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുന്നത് എന്നാണ് വനപാല സംഘം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാൽപ്പാടുകളൊക്കെ ശേഖരിച്ച് കടുവയാണെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ കടുവയെ കണ്ടെത്താനുള്ള വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട്. RRT സംഘവും ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു വരുന്നുണ്ട്.